ഹായ് ഹലോ നമസ്കാരം. നമ്മ വീട്ട് സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേത് വളരെ സ്പെഷ്യലായിട്ടൊരു വ്ളോഗാണ്. ഇന്ന് ജഗ്ഗുവിൻ്റെ ബർത്ത്ഡേയിലെ വിശേഷങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളപ്പോൾ ബർത്ത്ഡേ പ്രമാണിച്ച് ഒരു സ്ഥലം വരെ പോവുകയാണ്. പക്ഷേ രാവിലെ തന്നെ ഭയങ്കര മഴ, അവിടെ എത്തുമ്പോഴത്തേക്കും മഴ കുറയും എന്നുള്ള പ്രതീക്ഷയിൽ ഇറങ്ങി. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ. എവിടെ ആയിരിക്കും അത് പറയത്തില്ല, സർപ്രൈസ് ആണ്. എന്നാലും ജഗ്ഗുവിന് എന്ത് തോന്നുന്നു? എവിടെ ഇപ്പൊ ജഗ്ഗുവിന്റെ ബർത്ത്ഡേക്ക് എവിടെ പോകുന്ന? ജഗ്ഗുവിന്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ പ്രാവശ്യം ഗിഫ്റ്റിന് പകരം ഒരു ജഗ്ഗുവിന് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്തോട്ട് പോവുകയാണ്. ജഗ്ഗുവിന് ഏത് സ്ഥലത്ത് പോകണം? അത് പറ. ഒരു പാർക്ക്. ഓപ്ഷൻ 1 ഇനിയും പറ. ഓപ്ഷൻ 2 റൈഡിൽ പോണം. ഓക്കെ. പിന്നെ ടെൻസ്ഡായി. പറയാ ജഗ്ഗുവിന്റെ മോഹങ്ങൾ പറ. അതിലേതെങ്കിലും മോഹങ്ങൾ? കോഴിക്കോട്. കോഴിക്കോട് എന്താ? കോഴിനെ കിട്ടാനാ? കോഴിക്കോട് വേണം കോഴിയെ കടിക്കാൻ. ഓക്കെ, പറ. ജഗ്ഗുവിന്റെ എന്താ ഉണ്ടായ ബർത്ത് സ്റ്റോറി. ജഗ്ഗുവിന്റെ ഉണ്ടായത് തിരുവല്ലയില് ബിലീവേഴ്സ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലാട്ടാ. കോട്ടയമാണോ തിരുവല്ല? കോട്ടയല്ലേ? എന്തായാലും ബിലീവേഴ്സിലെ ബേബിയാണ് ജഗസു. അപ്പം എന്തുവാ അപ്പൊ എങ്ങനെയാ ദീപ്? രാവിലെ ഒരു 7-7:30 ആയപ്പോ ഇയാളെ 7 മണിയൊക്കെ ആയപ്പോഴത്തേന് ഇയാളെ കൊണ്ടുപോയി ഓപ്പറേഷൻ തിയേറ്ററിൽ. മറ്റേ പ്രാർത്ഥനയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ രാവിലെ റെഡി ആയിരിക്കാൻ പറഞ്ഞു. അങ്ങനെ രാവിലെ കൊണ്ടുപോയി. അപ്പൊ ഞങ്ങൾ എഴുന്നേറ്റ പോലെ ഇല്ല, ഞാനും ജാനമ്മ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ്. അപ്പൊ വിളിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും റൂമിലിരുന്നു. ഇത്ര മാത്രം അങ്ങോട്ട് വന്നു. കുറച്ച് കഴിഞ്ഞപ്പോ 8:30 കഴിഞ്ഞപ്പോഴേക്കും വിളിച്ചിട്ട് അല്ല 8:30 അല്ല 8:45 കഴിഞ്ഞപ്പോ 8:45 9 മണിക്കുള്ളിൽ വിളിച്ചിട്ട് പറഞ്ഞു ആൺകുട്ടിയാ. 8:52 ടൈം. 8:52 അടുത്തോട്ട് വരാൻ പറഞ്ഞു. അപ്പൊ ആദ്യം എവിടെന്ന് അറിയത്തില്ല, അതിങ്ങനെ ഭയങ്കര കിടക്കല്ലേ. ഒരു ദിവസം ഞങ്ങള് തപ്പി വന്ന് ആരൊക്കെ, അച്ഛന്, അമ്മ, ഞാന്, ജാനമ്മ. അപ്പൊ ലിഫ്റ്റിന്റെ അവിടെ വന്നപ്പോ ഉച്ചറിന് അങ്ങോട്ട് വന്ന് ആ ഒരു ചെറിയ ഗ്ലാസ് ഡിഷ് അതിനകത്ത് മറ്റേ അവര് ഈ മെഡിസിൻസ് ഒക്കെ കൊണ്ടുപോകത്തില്ല ഇങ്ങനെ അതിനകത്ത് തുണിയൊന്നും ഇല്ല, ചുമ്മാ ഇങ്ങനെ കിടത്തിയിരിക്കുന്നു. അന്നേരം വേറൊരു കളറൊക്കെ ആയിരുന്നു, ഒരു ബ്ലൂ അങ്ങനത്തെ ഒരു മീൻസ് അവര് ഫുള്ള് ക്ലീൻ ചെയ്യാതെ അങ്ങനെ ശരിക്കും നാച്ചുറൽ. അങ്ങനത്തെ അന്നൊക്കെ വ്ളോഗൊക്കെ അന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ശരിക്കും നല്ലതാ. നമുക്ക് അല്ലേ അതൊക്കെ വ്ളോഗൊക്കെ എടുക്കാൻ. വീഡിയോ ഒന്നും ഇല്ലല്ലോ അന്നത്തെ ടെൻഷനിൽ ആരും ഫോട്ടോ എടുക്കത്തില്ല അപ്പോഴൊന്നും. നമുക്ക് അപ്പൊ അതൊന്നും ബോധം കിട്ടത്തില്ലല്ലോ. പക്ഷെ ഇപ്പൊ അത് സങ്കടം തോന്നുന്നുണ്ട്. അയ്യോ അതൊക്കെ എന്താന്നൊക്കെ കാണായിരുന്നല്ലോ. എനിക്കും അറിയത്തില്ലല്ലോ, ഞാൻ കിളി പോയി കിടക്കുമായിരിക്കില്ലേ. എന്തായാലും അങ്ങനെയാണ് ഞാനിപ്പോ ഇങ്ങനെ അനിയന ഉണ്ടായതൊക്കെ ജാനിക്ക് മനസ്സിലായോ? ജാനി എന്തുവാ? ജാനിക്ക് എത്ര 2 വയസ്സ്? 2.5 അത്രേ ഉള്ളൂ. അങ്ങനെ ബർത്ത് സ്റ്റോറിയൊക്കെ പറഞ്ഞ് ദേ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. അടൂരാണ് കേട്ടോ. അടൂരുള്ള ഗ്രീൻ വാലി എന്ന് പറയുന്ന ഒരു വാട്ടർ തീം പാർക്കുണ്ട്.
ഒരു മൾട്ടി തീം പാർക്ക്. അവിടോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മളും ഫസ്റ്റ് ടൈമായിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്ത്, ഞങ്ങളുടെ വീട്ടിൽ നിന്നൊരു 3/4 മണിക്കൂറൊക്കെ ഉള്ളൂ. അപ്പോൾ വീടിൻ്റെ അടുത്തുള്ള കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാവുന്ന സ്ഥലം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പം ഇവർക്കിത് എന്താ സംഭവം എന്നൊന്നും മനസ്സിലായിട്ടില്ല. ടിക്കറ്റ് കുട്ടികൾക്ക് 300 രൂപയും വലിയവർക്ക് 350 കേട്ടോ. ഇവിടെ വന്നപ്പോൾ ആണ് ജഗ്ഗുവിനൊക്കെ ഈശ്വരാ ഇതാണ് സ്ഥലമെന്ന് മനസ്സിലായത്. അപ്പം തൊട്ട് അവർ ഭയങ്കര ഹാപ്പിയാണ്. അതുവരെ ഇവരിങ്ങനെ ചിരിക്കണോ വേണ്ടയോ എന്താ സ്ഥലം നമ്മൾ മനസ്സിലാവാത്ത കൺഫ്യൂഷനിലായിരുന്നു. ഇവിടെ സ്ഥലത്തെത്തിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പിയായി. ഇതേ ഈ ഒരു പ്ലേസൊക്കെ കണ്ടു കഴിഞ്ഞപ്പം അവർ എന്താ പറയുക ഭയങ്കര എക്സൈറ്റഡ്. പിന്നെ അവിടെ കുറേ റൈഡ്സൊക്കെ ഉണ്ട്. എന്താ പറയുക, ജഗ്ഗു എങ്ങനെയുണ്ട് ബർത്ത്ഡേ സർപ്രൈസ്? പല ഇങ്ങനെ ഭയങ്കര സാഹസികമായ റൈഡുകൾ അങ്ങനെയൊന്നുമല്ല, അത്യാവശ്യം കുട്ടികൾക്ക് അത്യാവശ്യം പറ്റുന്ന രീതിയിലുള്ള റൈഡുകൾ, പിന്നെ ഒരു 12Dയുടെ ഷോ നടത്തുന്ന തിയേറ്റർ ഉണ്ട്. അങ്ങനെ പിന്നെ നമ്മുടെ ഈ കാറൊക്കെ ഇല്ലേ, കാർ റേസിങ് സംഭവങ്ങളുണ്ട്. പിന്നെ പാർക്ക് ഏരിയ ഇങ്ങനെ കുറേ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ പറ്റുന്ന പാർക്കുകൾ, പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ ഊഞ്ഞാൽ കാര്യങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും കുട്ടികൾക്ക് ഭയങ്കര ഹാപ്പിയാവും. അത്യാവശ്യം നമ്മൾ വലിയവർക്കും അടിപൊളി തന്നെയാണ്. കാരണം പിന്നെ നമുക്കവിടെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അവിടെ അകത്തായിട്ട് റെസ്റ്റോറൻറ്റ്, ചെറിയൊരു കോഫി ഷോപ്പ് അങ്ങനെയുള്ളത്. പിന്നെ ഭക്ഷണം നമ്മളവിടെ 12:30 മുമ്പാണ് വരുന്നതെങ്കിൽ അവർ ഭക്ഷണം ഓർഡർ ചെയ്ത് തരും, ഊണ് ഓർഡർ ചെയ്ത് തരും. പിന്നെ ഭക്ഷണമെല്ലാം കഴിഞ്ഞു, ഉച്ചയ്ക്കത്തെ ഭക്ഷണമെല്ലാം കഴിഞ്ഞപ്പോൾ ജാനിയും ജഗ്ഗുവും കൂടെ വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങി. പിന്നെ പറയണ്ടല്ലോ, വൈകുന്നേരം വരെ വെള്ളത്തിൽ തന്നെയായിരുന്നു. നമ്മൾക്കും ഇറങ്ങാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ നമ്മളും കൂടെ ഇറങ്ങണം. എല്ലാവരും സ്പെയർ ഡ്രസ്സും കൊണ്ടൊക്കെ വേണം വരാനായിട്ട്. കാരണം എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്, ഒരു കുഴപ്പമില്ല. ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള ഇങ്ങനെ നമുക്ക് വീടിനടുത്തൊക്കെയുള്ള ഇങ്ങനത്തെ സ്ഥലങ്ങൾ വളരെ നല്ലതാണ്. എന്തായാലും ആർക്കെങ്കിലും വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു, കൊള്ളാം കേട്ടോ. അങ്ങനെ ഗ്രീൻ വാലി മൾട്ടി തീം പാർക്ക്. അങ്ങനെ ഞങ്ങൾ പാർക്കിലൊക്കെ കളിച്ച് സന്ധ്യയൊക്കെ കഴിഞ്ഞപ്പോൾ രാത്രിയോടായപ്പോൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ റിലേറ്റീവ്സും എല്ലാവരോടെയൊക്കെ കൂടിയിട്ട് ചെറിയൊരു കേക്ക് കട്ടിങ്ങൊക്കെ ചെയ്തു. അങ്ങനെ ജഗ്ഗുവിൻ്റെ ബർത്ത്ഡേ നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ വളരെ അടിപൊളിയായിട്ട് നടന്നു. എന്തായാലും വീഡിയോ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നതിന് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എല്ലാവരും ജഗ്ഗുവിന് വേണ്ടി പ്രാർത്ഥിക്കണേ.